കേരളക്കാരെ മുഴുവൻ തകർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്, അല്ല ദിവസത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 160-170 ആൾക്കാരാണ് ഇപ്പം നമ്മളെ വിട്ടുപിരിഞ്ഞ് പോയിരിക്കുന്നത്. ഇതൊരു പ്രകൃതി ദുരന്തമാണ്. പ്രകൃതി ദുരന്തങ്ങളൊന്നും നമുക്കൊരിക്കലും തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ടായിരുന്നു, അത് നമ്മളാരും ചെയ്തിട്ടില്ല. ഒന്നാമത്തെ കാരണം, കേരളത്തിലെ ആൾക്കാർ നമ്പർ 1 ആണ്, ബെസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇട്ടും റീൽസൊക്കെ ഇട്ട് പൊളിക്കുന്നുണ്ട്. നമ്മളോട് തന്നെ ചോദിച്ച് നോക്കി, ലാസ്റ്റ് ഒരു 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ലാൻഡ് സ്ലൈഡ്സ് ഉണ്ടാകുന്നുണ്ട്, അല്ലെ മണ്ണൊലിപ്പ് അല്ലെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ എന്തു ചെയ്തു? നമ്മൾ ഗവൺമെൻറ്റിനോട് ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾ വോട്ട് കൊടുത്ത്, നമ്മൾ നികുതി കൊടുത്തിട്ട് നമ്മളെ ഭരിക്കാൻ തിരഞ്ഞെടുക്കുന്ന മനുഷ്യന്മാരോട് ചോദിക്കേണ്ട കാര്യമാണ്, ലാസ്റ്റ് ഉരുൾപൊട്ടലിന് ശേഷം നിങ്ങൾ എന്ത് ആക്ഷനാണ് എടുത്തതെന്ന് നമ്മൾ തൻ്റെ ഇടത്തോടെ പോയി ചോദിക്കണം. നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ അവിടെ റോഡ് വേണം, കാട് വേണം, മണ്ണ് വേണം, ഇതൊക്കെ വേണമെന്ന് പറയുന്നതല്ലാണ്ട് നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? കുറച്ച് ആൾക്കാർ മരിക്കുമ്പോൾ പത്രസമ്മേളനം നടത്തി, ഇത്ര പേര് മരിച്ചു, എനിക്ക് മന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് സംഭാവന ചെയ്യൂ, പിന്നെ കുറച്ച് ചോറ് പൊതിയും കുറച്ച് സാനിറ്ററി പാഡും കുറച്ച് ഡ്രസ്സും ഇതെല്ലാം കൊണ്ട് കൊടുക്കുന്നതല്ല ഒരു ഗവൺമെൻറ് റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ഒരു റെസ്പോൺസിബിലിറ്റിയായ ഗവൺമെൻറ് ഒരു അബദ്ധം പറ്റും, ഒരു അപകടം പറ്റിയാൽ അടുത്ത തവണ ഇത് എങ്ങനെ വരാണ്ടിരിക്കാം, പ്രകൃതി ദുരന്തങ്ങൾ ഒരിക്കലും വരാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ ആസ് എ മനുഷ്യർക്ക് നമുക്ക് കുറച്ച് കാഷ്വാലിറ്റി കുറയ്ക്കാനോ അല്ലെ ആൾക്കാർ മരിക്കുന്നത് കുറയ്ക്കാനോ നമുക്ക് സാധിക്കും എന്നുള്ളത്, ഞാനൊരു ടെക്നിക്കൽ പേഴ്സൺ അല്ല, പക്ഷേ എന്നാലും നോർമലായിട്ടുള്ളൊരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എനിക്കറിയാം അത് ഈ അപകട മരണങ്ങൾ ഒത്തിരി കുറയ്ക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളത്. പക്ഷേ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെ ചെയ്യാൻ നിയോഗിക്കപ്പെട്ട മനുഷ്യന്മാരെ അല്ല നമ്മുടെ നേതാക്കന്മാരെ നമ്മൾ ആരെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടോ? കഴിഞ്ഞ 6 വർഷമായിട്ട് ഈ ഗവൺമെൻറ് എന്നല്ല, ഈ ഉദ്യോഗസ്ഥർ, നമ്മുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന ഈ ഉദ്യോഗസ്ഥർ ഈ 6 വർഷം കൊണ്ട് ഇത്രയും അപകടം ഉണ്ടായിട്ട് ഇതുവരെ അപകടത്തിൻ്റെ മരണസംഖ്യ കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇനി 1 മാസത്തേക്ക് അവിടെ പോയി പഠിക്കുന്നു, അമേരിക്കയിൽ പോയി പഠിക്കുന്നു, ഉഗാണ്ടയിൽ പോയി പഠിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കാണും. അതല്ലാണ്ട് ക്രിയാത്മകമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ നോർമലായിട്ട് ചോദിക്കാം, നമ്മുടെ കേരളത്തിലെ ഈ പ്രകൃതി ദുരന്തങ്ങൾ, മണ്ണൊലിപ്പും അല്ലെങ്കിൽ ഈ പ്രളയവും അല്ലെങ്കിൽ മണ്ണിടിച്ചിലും നടക്കാൻ സാധ്യതയുള്ള സെൻസിറ്റീവായിട്ട് ഏരിയ അതിൻ്റെ ഒരു ഭൂപടം അവരുണ്ടാക്കിയിട്ടുണ്ടോ? നമ്മൾ ഇത്രയും ടെക്നോളജി വികസിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു ഭൂപടം നമ്മുടെ കയ്യിലുണ്ടോ? അല്ല കേരള ഗവൺമെൻറ് കയ്യിലുണ്ടോ? ആ ഭൂപടത്തിൽ നമുക്കറിയാം ഈ കൂടുതലും മണ്ണൊലിപ്പൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ മരങ്ങളുടെ കാര്യം ഇടിച്ചിലും എല്ലാം പറയുന്നുണ്ടെങ്കിൽ തന്നെയും അതിന് മെയിനായിട്ടുള്ള റീസൺ എന്ന് വെച്ചാൽ പെട്ടെന്നുള്ള മഴ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് വരുന്നതാണ്. നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുണ്ട്. അവർക്ക് എന്തുകൊണ്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഇത്രയും പെട്ടെന്ന് ഉള്ള മഴ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് അവിടുത്തെ ജനങ്ങൾക്ക് അലാറം ചെയ്ത് അവരെ അവിടുന്ന് ഒഴിപ്പിക്കാൻ എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമുക്ക് ഇത്രയും ടെക്നോളജി ഉണ്ട്. ടെക്നോളജി വൈസ് നമ്മളെല്ലാം ഭയങ്കര ഡെവലപ്ഡാണ്. ഓക്കെ, അതെല്ലാം പോട്ടെ, പെട്ടെന്നൊരു മഴ പെയ്ത് ഉടനെ ഒരു മിനിറ്റ് കൊണ്ട് എനിക്ക് തോന്നുന്നില്ല മണ്ണിടിയുമെന്ന്. ഒരു അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പെയ്താലാണ്, ആ മഴ പെയ്താലാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ആ മണ്ണിനത് താങ്ങാനുള്ള ശക്തി ഇല്ലാണ്ട് മണ്ണൊലിപ്പ് ഉണ്ടാകുന്നത്. എത്ര കോസ്റ്റ് ആവും? നമ്മൾ ഈ CCTV ക്യാമറ കൊണ്ടുവച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ അത്രയും കോസ്റ്റല്ലേ ആവുള്ളൂ നമ്മുടെ ഈ മണ്ണൊലിപ്പ് അല്ലെങ്കിൽ മണ്ണിടിയാൻ ചാൻസ് ഉള്ള എല്ലാ പ്രദേശത്തും മഴയുടെ ശക്തി അളക്കുന്ന ഒരു മീറ്റർ കൊണ്ട് സ്ഥാപിച്ചിട്ട് ഒരു സെൻസറും വെക്കുക. ആ സെൻസർ പർട്ടിക്കുലർ ക്വാണ്ടിറ്റി കൂടുതൽ മഴ പെയ്യുവാണെങ്കിൽ അവിടെയുള്ള ചുറ്റുവട്ടമുള്ള എല്ലാ ആൾക്കാരും അലാം ചെയ്യുന്ന രീതിയിൽ ഒരു സെൻസർ വെക്കാൻ എന്തുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഒത്തിരി ടെക്നോളജിക്കൽ അഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് വേണമെന്ന് തോന്നുന്നില്ല, അല്ല ഒത്തിരി എക്സ്പെൻസ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? എത്ര എക്സ്പെൻസ് ആണെങ്കിലും ഇത്രയും മനുഷ്യരുടെ മരണം ഓരോ വർഷവും 50-100 ആൾക്കാർ മരിക്കുന്നതിനേക്കാളും കൂടുതൽ വിലയൊന്നും ആകത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടൊരു സെൻസർ വെക്കുന്നില്ല? ഇത് നോർമലായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഈ മണ്ണൊലിപ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ പുതിയ കൺസ്ട്രക്ഷൻസ് എന്തുകൊണ്ട് റെസ്ട്രിക്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഗാഡ്ഗിൽ റിപ്പോർട്ടും കസ്തൂരിരംഗൻ റിപ്പോർട്ടും നടപ്പാക്കണമെന്നല്ല പറയുന്നത്. അത് നടപ്പാക്കാണ്ട് തന്നെ ഇങ്ങനെയുള്ള വഴികളിലൂടെ നമുക്ക് ഒത്തിരി ചെയ്യാൻ പറ്റും. നമുക്കറിയാം, ഇസ്രായേലൊക്കെ ആണെങ്കിലും ഒരു റോക്കറ്റ് വരുന്ന സമയത്ത് ഒരു ഇത്ര ടൈമിന് മുമ്പ് തന്നെ അവർ പ്രിഡിക്റ്റ് ചെയ്യും ഈ റോക്കറ്റ് വരുന്നുണ്ട്. അങ്ങനെ അവർക്ക് അലാറം കൊടുത്ത് ആൾക്കാരെ സേവ് സോണിലോട്ട് മാറ്റാനുള്ള ഒരു ടൈം കൊടുക്കുന്നുണ്ട്.
എനിക്കൊന്നും അത്രയും റിസ്ക് ഇല്ല നമുക്ക് ഈ മഴയുടെ കാര്യത്തിൽ. കാര്യം മഴ പെയ്ത് ഒരു 1 അവർ കൊണ്ട് അല്ല 30 മിനിറ്റ്സ് കൊണ്ടാണ് ഈ വെള്ളപ്പൊക്കവും മണ്ണൊലിച്ചിലുണ്ടാകുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ അമിതമായിട്ട് മഴ പെയ്താൽ ഒരു അലാറമോ ഒരു സെൻസറോ വെച്ചിട്ട് അവിടുത്തെ ആൾക്കാരെ നമുക്ക് അറിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് വളരെ മോശകരമായ കാര്യമാണ്. പിന്നെ നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുണ്ട്, അവരുടെയൊക്കെ റെസ്പോൺസിബിലിറ്റി എന്താണ്? അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അതുപോലെ വെള്ളം ഒഴുകി പോകേണ്ട വഴികളൊക്കെ എല്ലാ വർഷവും ഓപ്പണാക്കി തുറന്നിടുക, ക്ലീനാക്കിയിടുക. നമുക്കറിയാം ഈ ഒരു ജൂലൈ ടു ഓഗസ്റ്റ് അല്ലെ സെപ്റ്റംബർ മന്തിലാണ് ഈ ഇത്രയും മണ്ണൊലിപ്പും മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാകുന്നത്. ആ ടൈമിൽ നമുക്ക് ഇങ്ങനെയുള്ള സെൻസേഴ്സ് വഴി നമുക്ക് ആൾക്കാരെ അലാം ചെയ്ത് ആൾക്കാരെ അവിടുന്ന് മാറ്റാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സെൻസിറ്റീവായ ലൊക്കേഷൻസൊക്കെ മാപ്പ് ചെയ്ത് അങ്ങനൊരു ഒരു ഡിസാസ്റ്റർ ആയിട്ടുള്ള ഒരു മാപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അവിടെ എത്താനും ആക്സസ് ചെയ്യാനൊക്കെ പറ്റത്തില്ലേ? അതുപോലെ തന്നെ ഒരു പുഴയിൽ, എസ്പെഷ്യലി പുഴയിലെ വെള്ളത്തിൻ്റെ ശക്തി കൂടുകയോ അല്ലെ അതിലെ മണ്ണിൻ്റെ സാന്നിധ്യമൊക്കെ വളരെ കൂടി വരുമ്പോൾ അതൊരു സെൻസർ വെച്ച് നമുക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഒരു പുഴയിലെ വെള്ളത്തിലെ മണ്ണിൻ്റെ സാന്നിധ്യം ഒരു സാധാരണമല്ലാത്ത അസാധാരണമായി കൂടിക്കഴിഞ്ഞാലും അത് സെൻസ് ചെയ്തിട്ട് അതൊരു അലാം ഒരു വാണിംഗ് ആയിട്ട് സൈറനായിട്ട് കൊടുത്താൽ കുറച്ചൊക്കെ ആൾക്കാർക്ക് അവിടെ നിന്ന് മാറാൻ കഴിയില്ലേ? നമ്മളിതൊന്നും ചെയ്യാണ്ട് കഴിഞ്ഞ ഒരു 5-6 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിത് സംഭവിക്കുന്നുണ്ട്. എന്താണ് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്യുന്നത്? ഗവൺമെൻറ്റിനെ പോട്ടെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥർ ചെയ്യുന്നത് വരും, ഒരു ഓഫീസ് തുറക്കും, അവർക്ക് കൺട്രോൾ റൂം തുറക്കും, കുറച്ച് ഡ്രസ്സ് കൊടുക്കും, പോസ്റ്റ് ഇടും, കേരളം ഒന്നാണ് ഒറ്റക്കെട്ടാന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് മിലിറ്ററി ആൾക്കാർ വന്നിട്ട് ഈ റെസ്ക്യൂ നടത്തുന്ന വീഡിയോസ് ഇടും, എന്നിട്ട് നമ്മൾ സ്റ്റാറ്റസ് ഇടും. ഇതാണോ നമുക്ക് വേണ്ടത്? ഇതാണോ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഗവൺമെൻറ് ചെയ്യേണ്ടത്? ഇതാണോ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ താമസിക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇത്രയുള്ളൂ ഡിസേർവ് ചെയ്യുന്നുള്ളൂ? നമ്മുടെ ജീവൻ ഇത്രയും വാല്യൂ ഉള്ളൂ? നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ച് നോക്കണ്ടേ? ദൈവത്തെ ഓർത്ത് ഈ സ്റ്റാറ്റസ് ഇട്ടിട്ട് വയനാടിനെ ചേർത്ത് പിടിക്കാമെന്നൊക്കെ പറഞ്ഞ് സ്റ്റാറ്റസ് ഇടുന്ന ആൾക്കാർ ഇത് നിർത്തിയിട്ട് ഗവൺമെൻറ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യണം, ഗവൺമെൻറ്റിനെ കൊണ്ട് ഇത് ചെയ്യിക്കണം. ഓക്കെ, എല്ലാം അവർ റെസ്പോൺസിബിൾ ആവണം. ഇവിടെ നടക്കുന്ന ഓരോ മരണവും അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, അവരാണ് നമുക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത്. ഓക്കെ, എഗെയിൻ മണ്ണൊലിപ്പും പ്രകൃതി ദുരന്തങ്ങളും അവർക്ക് തടയാൻ സാധിക്കത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ള ടെക്നോളജീസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ മുന്നറിയിപ്പ് കൊടുത്ത് അവരെ അവിടെ നിന്ന് മാറ്റാനും അവരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനും ഇവർക്ക് കഴിയണ്ടേ? നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ? ഈ മനുഷ്യന്മാരുടെ ജീവൻ ഇത്രയും വിലയുള്ളൂ? നമ്മുടെയൊക്കെ ജീവൻ ഇത്രയും വിലയുള്ളൂ? വളരെ വിഷമത്തോടെയാണ് പറയുന്നത്, വളരെ വിഷമത്തോടെയാണ് പറയുന്നത്. ദയവ് ചെയ്ത് റെസ്ക്യൂ ടീമിൻ്റെ സ്റ്റാറ്റസും ഇട്ട് കേരളം പൊളിയാണ് തകർത്തെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടാണ്ട് ആ സമയം കൊണ്ട് ഇവരെ ചോദ്യം ചെയ്ത് അടുത്തൊരു വർഷമെങ്കിലും ഇങ്ങനെ ഇത്ര ആൾക്കാരുടെ മരണം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എനിക്കറിയത്തില്ല, ഇത് പറയുമ്പോൾ എനിക്കറിയത്തില്ല. എൻ്റെ വീട്ടുകാരും എൻ്റെ നാട്ടുകാരും നമ്മുടെയൊക്കെ ജീവന് എന്തൊരു വിലയാണുള്ളത്? നമുക്കൊക്കെ ഗവൺമെൻറ് തരുന്ന 5 ലക്ഷവും 2 ലക്ഷവും ആണോ നമ്മുടെ വില, നമ്മുടെ ജീവൻ്റെ വില, നമ്മുടെ കൂടപ്പിറപ്പുകളുടെ വില? ദയവ് ചെയ്ത് നിങ്ങൾ ഗവൺമെൻറ്റിനെ അല്ലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യണം. അവരോട് ചോദിക്കണം എന്തുകൊണ്ട് ഇങ്ങനൊരു അപകടം നടക്കുന്നതിന് മുമ്പ് അവർ വാണിംഗ് കൊടുത്തില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാനുള്ളതിനെ അവർക്ക് സെൻസ് ചെയ്യാൻ വേണമല്ലോ. നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രമുണ്ട്. ഇത്രയും ക്വാണ്ടിറ്റി മഴ പെയ്യുമ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് അറിയിപ്പ് കിട്ടുമ്പോൾ ഗവൺമെൻറ് മനസ്സിലാക്കണം ഇതൊക്കെ സെൻസിറ്റീവായ ഏരിയകളാണ് എന്ന് പറഞ്ഞ് അവരെ കുറച്ച് ഫോക്കസ് ചെയ്യണം. അവിടെ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റി കൂടുതൽ മഴ പെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാരെ മാറ്റാനുണ്ടാവണം. അതൊക്കെ സെൻസ് ചെയ്യാനും മെഷർ ചെയ്യാനും നമുക്ക് സെൻസേഴ്സൊക്കെ ഇഷ്ടംപോലുണ്ട്. ഇതൊക്കെ സെൻസ് ചെയ്യാൻ ഇഷ്ടംപോലുണ്ട്. അതുപോലെ തന്നെ ആറ്റിലൂടെ ഒഴുകി വരുന്ന വെള്ളത്തിലെ കളർ ഡിഫറൻസ്, ഒരു പർട്ടിക്കുലർ അതിൽ കൂടുതൽ മണ്ണിൻ്റെ അളവ് വന്നാൽ നമുക്കറിയാം എവിടെയൊക്കെ ഉള്ളു പൊട്ടുന്നുണ്ട്. അപ്പോൾ അവിടുത്തെയുള്ള ആൾക്കാരെ മാറ്റാൻ നമ്മൾ അവർക്ക് അലാം കൊടുക്കണം, വാണിംഗ് കൊടുക്കണം. ഇങ്ങനെ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഇനി എല്ലാ വർഷവും ഇങ്ങനെ ഒരു 100 പേര് മരിച്ചിട്ട് അവർക്ക് ഇതെല്ലാം കൊണ്ട് കൊടുത്ത് പൈസയും കൊണ്ട് കൊടുത്ത് ഇത് ഫുഡും കൊണ്ട് കൊടുത്തുകൊണ്ടല്ല. അതല്ല ഒരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. ഇത് നടക്കുന്നതിന് മുമ്പ് അവിടുത്തെ ആൾക്കാരെ ഒഴിവാക്കണം. വസ്തുവും പാർപ്പിടവും എല്ലാം പോട്ടെ, നമുക്കെല്ലാം കൂടി അവർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ മനുഷ്യ ജീവൻ എന്നുള്ളത് നമുക്ക് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. ഈ മരിച്ചു കിടക്കുന്ന ആൾക്കാരൊക്കെ ഈ 2-3 ദിവസം കഴിഞ്ഞിട്ട് മീഡിയക്കാരും ആൾക്കാരൊക്കെ അങ്ങ് പോവും. പിന്നെ അവർ ജീവിക്കണം. അവരുടെ കൂടപ്പിറപ്പുകളില്ലാണ്ട്, അപ്പനമ്മയില്ലാണ്ട്, മക്കളില്ലാണ്ട്, സഹോദരങ്ങളില്ലാണ്ട് എത്രയോ വർഷങ്ങൾ അവർ നീറി ജീവിക്കണം. ഇതിനൊരു അറുതി വേണ്ടേ? നമ്മളിങ്ങനെ വെറുതെ മരിച്ചു കൊടുക്കാൻ കിടക്കേണ്ട മനുഷ്യന്മാരാണോ നമ്മൾ?
തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെൻറ്റിനോട് നാളെ നിങ്ങൾ റോഡ് കൊണ്ടുവന്നോ, പാലം കൊണ്ടുവന്നോ, എയർപോർട്ട് കൊണ്ടുവന്നോ, മെട്രോ കൊണ്ടുവന്നോ എന്നും പറഞ്ഞിട്ട് നാളെ ഒരു വോട്ടിന് വരുമ്പോൾ നമ്മളോട് ചോദിക്കണം, നീ മനുഷ്യജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിക്കണം. അതല്ലേ നമുക്ക് ഏറ്റവും വേണ്ട കാര്യം. ഈ പാലവും മെട്രോയും എയർപോർട്ടൊന്നും അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് നമ്മുടെ ജീവന് ഒരു സുരക്ഷിതത്വമാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഈ ഓരോ വാർത്തകൾ കാണുമ്പോഴും. കരഞ്ഞുകൊണ്ടല്ലാണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റത്തില്ല. എനിക്കിപ്പം മൊബൈൽ തുറക്കാൻ പോലും പറ്റത്തില്ല, അത്ര വിഷമമുണ്ട്. നമ്മളൊന്ന് ചിന്തിക്കണം. നമ്മൾ പിള്ളേരാണ് ചിന്തിക്കേണ്ടത്. നമ്മളൊന്ന് ചിന്തിക്കണം, നമുക്കൊരു മാറ്റം വേണ്ടേ? ഇങ്ങനെ ജീവിച്ചാൽ മതിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ്റിനെതിരല്ല, അവരുടെ പോളിസീസിനാണ് നമ്മൾ എതിരായിട്ട് നമ്മൾ സംസാരിക്കേണ്ടത്. അവരെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനത്തെ റൂൾസ് ഇംപ്ലിമെൻറ്റ് ചെയ്യും, ഇങ്ങനത്തെ ടെക്നോളജിക്കൽ അത് റിസോഴ്സസ് കൊണ്ടുവന്നിട്ട് അത് നമുക്ക് നമ്മുടെ ജീവനൊരു വില കൽപ്പിക്കാൻ അവരെ ഫോഴ്സ് ചെയ്യുകയാണ് വേണ്ടത്. താങ്ക് യു സോ മച്ച്.